guys, welcome back to Sala Learning. It's me, Sri Bhama SB. മക്കളെ മിസ് ഇന്ന് വന്നിട്ടുള്ളത് എന്റെ മക്കൾ അടിപൊളിയായിട്ട് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളൊന്നും അധികം ചെയ്തിട്ടുണ്ടാവില്ല, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അഡോളസൻസ് എ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണിത്. കാരണം നിങ്ങൾ വളരുന്ന പ്രായമാണ്. അപ്പൊ വളർന്നു വരുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ബോഡി തന്നെ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നോക്കാം ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അഡോളസെന്റ് typically begins at the stage of, ഏത് ഏജിലാണ് ഏകദേശം അഡോളസെന്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പറയാ? 5 ആണോ, 20 ആണോ, 15 ആണോ, 10 ആണോ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 10 ഇയർ അല്ലെ, ഒരു 10 ഇയർ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു അഡോളസെന്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തി. നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയില്ല. ആ ഒരു സമയം, ഒരു ടൈം പീരീഡിലോട്ട് നമ്മൾ എത്തി നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി? അങ്ങനെ നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്? പ്രൊഡക്ഷൻ ഓഫ് എഗ് ആണോ, ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ഹെയർ ആണോ, മെൻസ്ട്രേഷൻ ആണോ, ഫെർട്ടിലൈസേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ഹെയർ അല്ലേ. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫേസിനകത്ത് ഈ ഫേസിൽ കുറെ ഹെയറും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്യുന്ന ഒരു ടൈമാണ്. നമ്മൾ ചില ആൺകുട്ടികൾക്കൊക്കെ പറയുന്നത് താടിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയമാണ് ഏകദേശം ഈ പറയുന്ന സ്റ്റേജ്, അഡോളസെന്റ് സ്റ്റേജ് അല്ലേ. അടുത്തത്, മെൻസ്ട്രേഷൻ ഗേൾസ് യൂഷ്വലി ലാസ്റ്റ് ഫോർ, എത്ര ഡേയ്സ് ഉണ്ടാവും മെൻസ്ട്രേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഗേളിന്റെ കേസിൽ? 1 to 2 ആണോ, 3 to 7 ആണോ, 10 to 15 ആണോ, 1 full month ആണോ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് 3 to 7 ഡേയ്സ് ആണ് അല്ലെ. ഒരു 3 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ ഏകദേശം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ മെൻസ്ട്രേഷൻ നടക്കും. അപ്പൊ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഗേൾസിന്റെ കേസിൽ ഈ പറഞ്ഞ പോലെ അഡോളസെന്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് വരുന്ന ഒരു മാറ്റമാണത്. നമ്മുടെ ബോഡി അമ്മയാവാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ആ സമയത്ത് അത് നടക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ടിഷ്യൂസും കാര്യങ്ങളൊക്കെ പൊട്ടി പുറത്തോട്ട് ബ്ലഡ് ആയിട്ട് പുറത്തു വരുന്ന ഒരു ജസ്റ്റ് ഒരു നോർമൽ പ്രോസസ് ആണ് ഈ പറയുന്ന മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് പലർക്കും പല രീതിയിലാവാം. ചിലർക്ക് ഭയങ്കര പെയിൻ ആവാം, ചിലർക്ക് നോർമൽ ആയിരിക്കാം, ചിലർക്ക് ബോഡി പെയിന്, അതുപോലെ ബാക്ക് പെയിന്, വൊമിറ്റ് ചെയ്യാൻ വരിക, പലർക്കും പല രീതിയിലായിരിക്കും മെൻസ്ട്രേഷൻ സൈക്കിളിന്റെ ആ സമയത്ത് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത നോക്കൂ. വിച്ച് ഹോർമോൺ കൺട്രോൾ ചേഞ്ച് ഇൻ അഡോളസെൻസ്? ഇൻസുലിൻ, ഈസ്ട്രജൻ, ഹോർമോൺസ് ഇൻ ജനറൽ, വിറ്റാമിൻ ഡി എന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഹോർമോൺസ് ഇൻ ജനറൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ലാസ്റ്റ് സെറ്റ് ഓഫ് MCQ ക്വസ്റ്റ്യൻ ആണ്. ദ സാനിറ്ററി പാഡ് ഡിസ്പോസൽ മെത്തേഡ് ഇൻവോൾവ്സ് ത്രോയിങ് ഇൻ ഓപ്പൺ, ബേണിംഗ് ഓപ്പൺലി, ഫ്ലഷിംഗ് ഇൻ ടോയ്ലറ്റ്, റാപ്പ് ഇൻ ന്യൂസ് പേപ്പർ ആൻഡ് പുട്ട് ഇൻ ദ ഡസ്റ്റ്ബിൻ. നമ്മളൊരു മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് പാഡുകൾ യൂസ് ചെയ്യാറുണ്ട്, ചിലർ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ സാധനം പാഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നോർമലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കൊക്കെ വലിച്ചെറിയും. അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യരുത്. മെയിൻ ആയിട്ടുള്ള അതിന്റെ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിനിൽ റാപ്പ് ചെയ്തിട്ട് ഇടുക എന്നുള്ളതാണ്. സോ റാപ്പിംഗ് ന്യൂസ് പേപ്പർ ആൻഡ് പുട്ടിംഗ് ഇൻ ദ ഡസ്റ്റ്ബിൻ ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ വ്യക്തി ശുചിത്വം പേഴ്സണൽ ഹൈജീനിക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് നമ്മുടെ കാര്യത്തിൽ കുറച്ച് വൃത്തിയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് മറ്റുള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. സോ പേഴ്സണൽ ആയിട്ട് ഹൈജീനിക് ആയിട്ടിരിക്കുക, ലൈക്ക് എല്ലാ നോർമൽ നമ്മുടെ വേണ്ട കാര്യങ്ങളും ചെയ്യാന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, വലിച്ചെറിയൊന്നും ചെയ്യരുത്. അത് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് സെറ്റ് ആക്കാന്നുള്ളതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. റെഡിയല്ലേ? അപ്പൊ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അത് ഈസി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ ബൈ.